നിങ്ങളെല്ലാവരും തന്നെ പലതരം ചിക്കൻ കറി തയ്യാറാക്കി നോക്കിയവരായിരിക്കും. അതുപോലെ തന്നെ പലതരം ചിക്കൻ കറി നിങ്ങൾ കഴിച്ചിട്ടുള്ളവരുമായിരിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ബേസിക് ചിക്കൻ കറിയാണ്. കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനുമെല്ലാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ഏതാണ്ട് ഒരു 350 ഗ്രാമോളം വരും. ഇനി സവാള നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാള ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ്. 2 തക്കാളിയാണ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 250 ഗ്രാമോളം വരും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒരു 3 മിനിറ്റ് കൂടി വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിലേക്ക് ഒരു 1.25 കിലോ അളവിലുള്ള ചിക്കൻ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ കടയിൽ നിന്നും വാങ്ങിക്കുന്ന ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം കൂടി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിതൊരു മൂടി കൊണ്ട് അടച്ച് ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കറി അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ചിക്കൻ കറി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ബേസിക് ലെവലിലുള്ള ഈ ചിക്കൻ കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കുമെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.